Hello and welcome back once again to Meera Unwinds. മീര അൺവൈൻസിനെ ഒരാഴ്ച കൊണ്ട് 2000 പ്രേക്ഷകരിലേക്ക് എത്തിച്ച എല്ലാവർക്കും എന്റെ ഒരു ബിഗ് താങ്ക് യു. ഹണിബി 2 സെലിബ്രേഷൻസിന്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഹണിബി 1 കേരളം മൊത്തത്തിൽ ഉണ്ടാക്കിയ ഒരു തരംഗം ഓർത്തിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചത്. യൂത്തിൽ നിന്നും കുടുംബ പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ലാ ജൂനിയറിന്റെയും ടീമിന്റെയും ശ്രമം എവിടെയോ പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ലെങ്കിൽ കൂടി ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഒരു തട്ടുപൊളിപ്പൻ ലെവലിലേക്ക് എത്തിക്കാൻ ദീപക് ദേവിന് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എങ്കിലും മച്ചാനെ മച്ചുവിന്റെ അത്രയൊന്നും നമ്മുടെ കൊച്ചിക്കാരുടെ ഹൃദയം കീഴടക്കാൻ സാധിച്ചില്ല. കരിനീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘച്ചെപ്പിൽ തൊട്ട് മഷിക്കണ്ണീലെഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ. പറയാമാ പെണ്ണിൻ കാര്യം 17 പ്രായം. ഇത്തവണ കൊച്ചി ഭാഷ എന്ന് പറഞ്ഞ് ലോക്കൽ ഭാഷ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അശ്ലീലത്തിനും ഡബിൾ മീനിങ്ങിനും യാതൊരു കുറവും വരുത്താതിരിക്കാൻ ടീം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹണിബി 1 പോലെ തന്നെ ഹണിബി 2-ന്റെയും ക്യാമറ ചെയ്തിരിക്കുന്നത് ആൽബിയാണ്. പുള്ളിയുടെ ജോലി പുള്ളി തരക്കേടില്ലാതെ തന്നെ ചെയ്തു. ഈ ചിത്രത്തിന്റെ പുതിയ എൻട്രികളാണ് ലെനയും ശ്രീനിവാസനും. ലാലിനോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് രണ്ടുപേർക്കും സാധിച്ചു. എന്നാൽ ഹണിബി 1-ലെ സൂപ്പർ താരങ്ങളായ ആസിഫ് അലിയും ശ്രീനാഥ് ബാസിയും ബാലുവും ഒക്കെ പറയത്തക്ക പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാവനയ്ക്കാണെങ്കിൽ വലിയ റോളൊന്നും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫിന്റെ റിലീസിന് ഒരു ദിവസം മുൻപ് തന്നെ ഹണിബി 2 സെലിബ്രേഷൻസ് റിലീസ് ചെയ്തത് എന്തായാലും നന്നായി. കാരണം മുടക്കുമുതൽ കിട്ടും. അവധിക്കാലമായതുകൊണ്ട് വേറെ ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ടൈം പാസ് എന്ന നിലയിൽ കാണാൻ പറ്റിയ ഒരു ചിത്രം മാത്രമാണ് ഹണിബി 2 സെലിബ്രേഷൻസ് എന്നാണ് എന്റെ അഭിപ്രായം. ഈ റിവ്യൂ തികച്ചും വ്യക്തിപരമായ ഒരു റിവ്യൂ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. ഇനിയും തുടർന്നും ഈ വീഡിയോകൾ കാണണം എന്ന ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.